ഭയപ്പെടേണ്ടത്. പണ്ടൊരു 10 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇതേപോലെ അല്ല ഓൺലൈൻ ചാനലൊന്നും ഇത്ര സജീവമല്ല സത്യം പറഞ്ഞു. ഇപ്പൊ എന്തൊരു തട്ടിപ്പ് ചെയ്യണമെങ്കിലും ആദ്യം പഠിക്കേണ്ടത് ഓൺലൈൻ അല്ല, അറിയാലോ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ട് അപ്പൊ തന്നെ ലൈവ് പോണു അല്ലെ. ഇപ്പൊ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അപ്പൊ തന്നെ ഫോട്ടോ എടുക്കുക അല്ല, എല്ലാവരുടെ ഫോണിലും ക്യാമറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളൊക്കെ വളരെ സ്ട്രോങ്ങിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോഴും ഒരുപാട് ഓൺലൈൻ ന്യൂസ് ഞങ്ങൾ പേടിച്ചിരുന്നു. അതിലേറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ക്രൈം നന്ദകുമാർ സാർ തന്നെ കേട്ടോ. കാരണം അദ്ദേഹത്തിന് മുന്നും പിന്നും നോക്കാനില്ല, എന്ത് കണ്ടാലും ഉറക്കെ വിളിച്ചോ. അപ്പൊ ഞങ്ങളും കരുതിയിരുന്നു ഒരു ദിവസം നന്ദകുമാർ സാറിന്റെ പിടി ഞങ്ങളുടെ കഴുത്തിൽ വരുമെന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വീക്സ് മുമ്പാണ് തോന്നുന്നു എന്റെ നന്ദകുമാർ സാറ് രാവിലെ 7 മണിക്ക് തന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളൊരു തട്ടിപ്പ് നടത്തുന്നുണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതെന്നാണ്. സാറേ തട്ടിപ്പ് എന്ന് മാറ്റിയിട്ട് ബാക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ സാറിനായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു എനിക്കതിന്റെ ഡോക്യുമെന്റ് ഉണ്ടെന്ന് ചോദിച്ചു. യെസ്, ഞാൻ എല്ലാ ഡോക്യുമെന്റ് സാറിന് അയച്ചു കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ സാർ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്യുമെന്റ് കിട്ടി, എനിക്കത് എന്ത് ചെയ്യണം, എനിക്കത് വെരിഫൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരാഴ്ച കൊണ്ട് വീണ്ടും വിളിച്ചു തന്നെ പുൽപ്പള്ളി പോയിരുന്നു, അത് വെരിഫൈ ചെയ്തു, 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല, പക്ഷെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും, പക്ഷെ ഞാൻ എന്ത് കണ്ടാലും നല്ലത് കണ്ടാലും അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഒരു തരത്തിലും തട്ടിപ്പിൻ്റെതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പണം അപഹരിക്കുന്ന രീതിയിൽ നിങ്ങൾ പോകരുത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും വിശ്വസിക്കുന്നത്, ഞാൻ 25 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ വിയർപ്പ് നമ്മുടെ വയറ്റിലേക്കോ നമ്മുടെ മക്കളുടെ വയറ്റിലേക്കോ പോകാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ഹറാമാണെന്ന് പറയും അല്ലെ, ഇല്ലീഗലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നേ വരെ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല, ഇനി ഞങ്ങൾ ചിന്തിക്കില്ല. കാരണം ഞങ്ങൾ എല്ലാം ഡോക്യുമെന്റ് വെച്ചിട്ടുള്ള ഗെയിമേ ഉള്ളൂ. കാരണം ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ പ്രിസർവേഷൻ ഉണ്ടോ. അതായത് മാം ഇപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ പറയണ 10 ലക്ഷം തരാൻ 5 വർഷം കഴിയുമ്പോൾ ഒരിക്കലും ആ 10 ലക്ഷം കാണരുത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം സേഫാണ്, 10 ലക്ഷം അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തുണ്ട് ഇവിടെ, ഇപ്പൊ ഞങ്ങളിവിടെ 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും അവർക്ക് എന്തുണ്ട്, അതിന് തക്കതായിട്ട് ഡോക്യുമെന്റ്സ് കൊടുക്കണം. അപ്പൊ എന്തായി, അവർ മുടക്കിയ തുകക്കുള്ള സാധനം കൈ കൊടുത്തു, ഡോക്യുമെന്റ് കൊടുത്തു. പിന്നെ അതിൽ നിന്ന് അവർക്ക് എന്ത് റവന്യൂ കിട്ടുന്നോ അതെല്ലാം പ്രോഫിറ്റാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല, എന്തുണ്ട്, ഭൂമി മറച്ചു വിട്ടാലും ഭൂമിയുടെ വില അനുസരിച്ച് ഡബിൾ റേറ്റിന് വിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു പോയിന്റാണ് ഞങ്ങൾ എല്ലാവരോടും പറയണത്. ഇന്ന് ഇവിടെ നമ്മുടെ വേൾഡിൽ 7000 പേപ്പർ കമ്പനികളുണ്ട്, അതിൽ 300 എണ്ണേ പ്രോഫിറ്റ് ഉണ്ട്, ബാക്കി 6700 കമ്പനികളും ലോസിൽ പോകണം. കാരണം ആളുകൾക്ക് അറിയില്ല. എല്ലാവരും പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടി എന്ത് ചെയ്യും, 1 വെച്ച 10. അപ്പൊ ഈ 1 വെച്ച 10 എന്ന് പറയാൻ 10ലേക്ക് നോക്കുന്നില്ല, എന്റെ 1 എവിടെ, ആ 1 സേഫായിട്ട് നിങ്ങൾ കളിച്ചോ. എനിക്ക് എല്ലാവരോടും പറയാനുള്ള എത്തുള്ളൂ, നിങ്ങൾ 1 സേഫാണോ. അപ്പൊ അതിന് ഞങ്ങൾ പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അത് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഞങ്ങൾ എന്താ ചെയ്യുന്നതാ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം 11 ബെസ്റ്റ് എന്ന് വന്നിട്ടുള്ളൂ. 11 ബെസ്റ്റ് പറയുമ്പോൾ ആവറേജ് 500 ആളുകൾ. ഓക്കെ, ഈ 500 പേരടങ്ങുന്ന ക്രൂടെ വന്ന് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷനാണ്. ഇവിടെ പറയുമ്പോ എന്താണ്, പ്ലോട്ട് കാണുമ്പോൾ എന്താ, പക്ഷെ എന്താ, ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എല്ലാം ബോധ്യപ്പെട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ എന്താ, എനിക്ക് റിസ്ക് ഇല്ല, നിങ്ങൾ കണ്ടതല്ലേ അല്ലെ, ഞങ്ങൾ കാണിച്ച് തന്നതല്ലേ. അതല്ലെങ്കിലോ ഞങ്ങൾ നാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും സുതാര്യമായിട്ടാണ് ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പ്രധാന കാരണം ഇന്ന് സാധാരണഗതിയിലുള്ളൊരു മനുഷ്യന് ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ട് വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരോടും പറയുന്നത്, പണം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കുന്ന പണത്തെ കൊണ്ട് കൂടി പണിയെടുപ്പിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെ കുറച്ച് മാറ്റി വെച്ച് ആ പണത്തെ പണിക്ക് വിട്ടാലോ. ഇപ്പൊ ഒരു 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഗുണം അല്ലെ, ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഈ ചന്ദനമരം പറഞ്ഞ പോലെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ 1,60,00,000 രൂപ ഗ്യാരണ്ടീഡ് ആണ് ഗവൺമെന്റിന്റെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച്. ഇതിന്റെ വില ഓരോ വർഷവും ഗ്രാഫ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കണക്കനുസരിച്ച് നോക്കുമ്പോൾ, ആ വില വർധനവ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു 5 കോടി വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താ ഗുണം, 12 ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്ത തുക കയ്യിൽ തത്തുല്യമായിട്ട് ഡോക്യുമെന്റ്, ബാക്കി എന്ത് കിട്ടിയാലും പ്രോഫിറ്റ്. പിന്നെ എന്തിനെ പേടിക്കണം. യെസ്, എത്ര പേർക്ക് ഇപ്പൊ നിലവില് തൊഴിൽ താങ്കൾ കാരണം ലഭിക്കുന്നു, എത്ര പേര് ഇപ്പൊ ഭാവിയിൽ പ്രതീക്ഷിക്കാം, അത് 500-5000. സാർ, പിന്നെ ഇത് ഒരാൾ സംരംഭം തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇല്ലായ്മ വളരെ രൂക്ഷമാണ്.
അപ്പോൾ സാറിൻ്റെ ഒരു സംരംഭത്തിൽ ആൾക്കാർക്ക് എത്ര പേർക്ക് ഇപ്പോൾ എത്ര പേര് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇനി ഭാവിയിൽ എത്ര പേരെ കൂടി ചേർക്കാനൊക്കെ സാധിക്കും, എങ്ങനെയാണ് സാറിൻ്റെ ഒരു? ഓക്കെ, ഇത് ചേർക്കൽ എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി പോലെ അല്ല ഇത്, അത് ആദ്യം പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഞങ്ങൾ കൊണ്ടുപോകുന്നത്, ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റ് ഏകദേശം 28,000 പ്ലോട്ടുകളാണ്. ഇത് എന്നെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്ക് വേണം. ആ ടീം വർക്കിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റർ റെഫറൽ മാർക്കറ്റിംഗ് പറയും. ദാറ്റ് മീൻസ് മാമോട് ഒരു സ്ഥലം മേടിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാമിന് എന്ത് ചെയ്യാം, ഇത് എത്ര പേരോട് റെഫർ ചെയ്യാം. റെഫർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ മാഡം മേടിച്ച പൈസ തിരിച്ചു കിട്ടും ഒരു നമ്പർ ആകുമ്പോൾ. അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് 2 കൊല്ലം കൊണ്ട് വിറ്റ് തീർക്കണം. 2 കൊല്ലം കൊണ്ട് 22,000 പ്ലോട്ട് വിറ്റ് തീർക്കാന്ന് വെച്ചാൽ ഏകദേശം 3,000 കോടി ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എന്നെ സംബന്ധിച്ച് 3,000 കോടി ടേൺ ഓവർ ഉണ്ടാക്കുന്നതിലൂടെ ഏകദേശം 500 കോടിക്ക് മേലെ ഇതിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് അവർക്ക് കമ്മീഷനായിട്ട് ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കാൻ പറ്റും. 2, അതിലൂടെ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം, ഏത് കമ്പനിയുടെ പൊളിയുന്നുണ്ടോ അതിൽ 3 കാരണങ്ങളുണ്ട്. 1, ആ നടത്തുന്ന കമ്പനി പൊളിയും. 2, അതിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർക്ക് കമ്മീഷൻ കിട്ടണം, അവർ നിർത്തും. 3, വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. 2, ഇതിൽ മാർക്കറ്റ് ചെയ്യുന്നവർക്കോ അതിലൊക്കെ നല്ല ഡിവിഡൻഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3, വാങ്ങുന്ന കസ്റ്റമർക്കോ അവർക്ക് ക്യാപിറ്റൽ പ്രിസർവേഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. 3ഉം ഒരേപോലെ പ്രദാനം ചെയ്യണം. അത്തരത്തിൽ ഒരു പ്രൊജക്റ്റും ഇന്ന് ഇന്ത്യയിലില്ല. എത്ര പേര് ഇപ്പം ഇതിന് ജോയിൻ ചെയ്തിട്ട് പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട് സാറിന്റെ? പ്ലോട്ട് വാങ്ങിച്ചത് നിയറസ്റ്റ് 300-ന് മേലെ ആളുകൾ പ്ലോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. ഒരാൾക്ക് പോലും പരാതികളില്ല എന്നുള്ളത്. പരാതികൾ എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി എന്താ പറയുക, അവരത്തരത്തിലുള്ള ഒരു വിഷൻ അല്ലേ, 10 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടുമെന്ന രീതിയിൽ അവർക്കൊരു സ്വപ്നം കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. കാരണം ഇന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ഒന്നാണ്. പണ്ട് നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസ് ആരാന്ന് ചോദിച്ചു, കുറ്റവാളികൾ. അദ്ദേഹം പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവൻ ആരോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികൾ. അതോടൊപ്പം ഇപ്പം എനിക്ക് എന്ത് പറ്റിയെന്നറിയോ, ഈ പ്ലോട്ട് വാങ്ങുന്നവര് വലിയ സ്വപ്നങ്ങൾ കാണിച്ച് വലിയ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് താങ്കൾ വൈകിട്ട് 5 മണിക്ക് പുതിയ എന്തോ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് കേട്ടു. ഫ്രീ ആയിട്ട് പൈസ ചെലവില്ലാതെ ഈ പ്ലോട്ട് വാങ്ങിക്കാം, അതേക്കുറിച്ച് പറയാൻ പറ്റാമോ? സർ, ഇന്ന് വൈകുന്നേരത്തെ ഇവന്റ് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഈവനിങ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു സർപ്രൈസിങ് സാധനം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. അതായത് പൈസ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്ലോട്ട് സ്വന്തമാക്കാം. അതിൻ്റെ ഒരു സംഭവങ്ങൾ ഇതിൻ്റെ ഓൺട്രപ്രണേഴ്സ് പറയുമെന്ന് പറഞ്ഞു. അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അതിങ്ങനെ ഒറ്റവാക്കി പറയാൻ പറ്റിയതല്ല. എങ്കിലും ഞങ്ങള് കാരണം നമുക്ക് ഇവിടെയുള്ള ആളുകളൊക്കെ 3 തരത്തിൽ പൈസ ഉണ്ടാക്കുന്നവരാണ്. 1, നമ്മുടെ സമയവും നമ്മുടെ എനർജിയും ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നത്. ഇവരാണ് ഇന്ന് ഇവിടെയുള്ള 89% ആളുകൾ. അവർ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സമയം കൊടുക്കണം, അവരുടെ എനർജിയും കൊടുക്കണം. പിന്നീട് 10% ഉണ്ട്, അവർ സ്കില്ല് ഉപയോഗിച്ചിട്ട് കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവർ. അവരാണ് ബിസിനസ്സുകാർ. പിന്നീട് 1% ഉണ്ട്, അവരാണ് മണി ഫോർ മണി, അതായത് പണം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ആദ്യത്തെ വിഭാഗമുണ്ട്, ഏത്? എനർജിയും മണി ഉപയോഗിച്ച് എത്ര ജോലി ചെയ്താലും എത്ര തന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്ത് രക്ഷപ്പെടുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നതാ, നിങ്ങൾക്ക് സ്കിൽ, അതായത് 10% ആളുകൾ ഞങ്ങളെ പ്രൊജക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം. വേറെ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, ഒറ്റ സ്കില്ലേ ഉള്ളൂ, റിയൽ എസ്റ്റേറ്റ് സ്കിൽ. ആ ഒരു റിയൽ എസ്റ്റേറ്റ് സ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കോട്ടേജോ അല്ലെങ്കിൽ 5 സെന്റ് ഭൂമിയോ ഒക്കെ ഫ്രീ ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു അവസരം കൂടിയിട്ട് അതിന് ഒറ്റ കാര്യം കേട്ടോ, പഠിക്കണം. ഏത്? ആ സ്കില്ല്, ഏത്? റിയൽ എസ്റ്റേറ്റ് സ്കിൽ. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അല്ലാണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന പണി തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പണമില്ലാതെ, ഇങ്ങനെ പറയുന്നത്, പണമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പണമുള്ളപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ, അപ്പൊ പോരുന്നേ, ഞങ്ങൾ പണി തരാന്നേ. പക്ഷെ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. ചുമ്മാ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് കൂടി ഇത് വൈകുന്നേരം ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നു. എന്തായാലും താങ്കളുടെ ഇത്രയും നല്ല ഒരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ നടക്കട്ടെ. താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ 22,000 30,000 കോടീശ്വരന്മാരെ നാട്ടിൽ ഉണ്ടാകട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇതുവരെ കേരളം, എനിക്കൊന്ന് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യത്യസ്തനായ ബിസിനസ്സുകാരനാണ് താങ്കൾ. സോ അതുകൊണ്ട് തന്നെ താങ്കൾ ആഗ്രഹിച്ച പോലെ തന്നെ
ഈ നാട്ടിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ടാകട്ടെ. 28,000 അബവ് 50,000 കോടീശ്വരന്മാരെ താങ്കൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് മുഴുവൻ ആൾക്കാർ. താങ്കൾ പറഞ്ഞ പോലെ അവർക്കൊക്കെ താങ്കൾ വല്ലാത്ത എനർജി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ ഒരു ടീം മെമ്പേഴ്സിന്. സോ അത് ലോങ് അങ്ങ് കീപ്പ് ചെയ്യാമെന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തിനും നമ്മൾ മാധ്യമപ്രവർത്തകരും താങ്കളോടൊപ്പം ഉണ്ടാവും. സാറിന് എല്ലാ ഭാവങ്ങളും ഞങ്ങളുടെ ക്രൈമിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്നും തരുന്നു. ഓൾ ദ ബെസ്റ്റ് സർ. താങ്ക് യു.